ബ്രേക്കിംഗ് ന്യൂസ്. കേരളത്തിൽ മഴ കനക്കുന്നു. ടൗക്ടെ ചുഴലിക്കാറ്റ് കേരള തീരത്തോട് അടുക്കുന്നു. പല ജില്ലകളിലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്താണ് എങ്ങനെയാണ് നമ്മൾക്ക് വെതർ റിപ്പോർട്ട് കണ്ടെത്താൻ സാധിക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആൽഫിൻ തയ്യാറാക്കിയ വീഡിയോയിലേക്ക് നമ്മൾക്കൊന്ന് പോയി നോക്കാം. ആൽഫിൻ തയ്യാറാക്കിയ വീഡിയോ നമ്മൾക്ക് എങ്ങനെയാണ് വെതർ റിപ്പോർട്ട് കണ്ടെത്താൻ സാധിക്കുക എന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾക്ക് ആൽഫിൻ തയ്യാറാക്കിയ വീഡിയോ കണ്ടെത്തും. നമ്മൾക്ക് വെതർ റിപ്പോർട്ട്സ് അറിയുവാനായിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ earth.nullschool.net എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് നാവിഗേറ്റ് ചെയ്യാം. earth.nullschool.net എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അവിടെ ഒരു കർവ് ചെയ്യുന്നതും ഒരു ചുഴലിക്കാറ്റ് ഉള്ളതും നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് കുറച്ചൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് കേരള തീരത്തിനോടൊക്കെ വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു ചുഴലിക്കാറ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന്. ഇതുപോലെ നമ്മൾക്ക് ലോകം മുഴുവനുള്ള, അതായത് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും എല്ലാം നമ്മൾക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു സൈക്ലോൺ ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗ്രതാപൂർവമായിരിക്കണം നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് IMD ഹോം എന്ന് സെർച്ച് ചെയ്യാം. IMD ഹോം എന്ന് പറയുന്നത് ഇന്ത്യ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ് ആണ്. IMD ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ്. ഇവിടെ നമ്മൾക്ക് ഒന്നെങ്കിൽ സൈക്ലോൺ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ IMD ഹോം എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. IMD ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ മുകളിൽ തന്നെ ഒരു സ്ക്രോളിംഗ് ന്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഡിപ്രഷൻ ഹാസ് ഫോംഡ് ഓവർ ലക്ഷദ്വീപ് ഏരിയ ടു ഇന്റൻസിഫൈ further into a cyclone during next 24 hours and move towards Gujarat coast എന്നൊക്കെ ഇവിടെ നമ്മൾക്ക് ഒരു ഇത് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് അതിന്റെ ലൈവ് അപ്ഡേറ്റ്സും എല്ലാം വരുന്നുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് സൈക്ലോൺ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിലാണ്. നമ്മൾക്ക് സൈക്ലോൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ സൈക്ലോൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒബ്സർവ്ഡ് ആൻഡ് ഫോർകാസ്റ്റ് ട്രാക്ക് along with cone of uncertainty depression Lakshadweep based on 0300 UTC of 14th May 2021 എന്ന്. നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 14th May 2021. ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിലെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 14th May 2021 ആണ്. വളരെ കറക്റ്റ് ആയിട്ട് തന്നെ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് ഈ ഒരു റെഡ് ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു, ആ ഒരു പച്ച ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നെല്ലാം നമ്മൾക്ക് വളരെ കറക്റ്റ് ആയിട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുമുണ്ട്. അടുത്ത ഇമേജ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയും കറക്റ്റ് ആയിട്ട് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ വീണ്ടും മറ്റൊരു പിക്ചറും ഉണ്ട്. ഇതെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ രണ്ട് വെബ്സൈറ്റ് ആണ്. നമ്മൾക്ക് വളരെ ആവശ്യമുള്ള സമയത്തെല്ലാം, അതായത് വെതറുമായിട്ട് എന്തെങ്കിലും ന്യൂസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സൈറ്റ് ഒക്കെ, ഈ രണ്ട് സൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു വെതർ റിപ്പോർട്ടൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആൽഫിൻ തയ്യാറാക്കിയ വീഡിയോയിലൂടെ എങ്ങനെ വെതർ റിപ്പോർട്ട് കണ്ടെത്താം എന്ന് മനസ്സിലായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.